ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം ശ്രീ സാർ. ഞാൻ ഷീബ അപ്പക്കുട്ടൻ. ഞാനിത് എഴുതാൻ ഒരുപാട് തവണ വിചാരിച്ചു, പക്ഷെ എഴുതാൻ പറ്റുന്നില്ല. ഇത് ഒരേപോലുള്ള രണ്ടനുഭവമാണ്. ഇനി കാര്യം പറയാം. ഞാൻ ഇവിടെ അമ്പലത്തിൽ മാതൃസംഘത്തിൻ്റെ സെക്രട്ടറിയാണ്. വാർഷിക പൊതുയോഗത്തിന് മുമ്പ് കണക്ക് ഓഡിറ്റ് ചെയ്യാൻ കൊടുക്കണമല്ലോ. ഒരു 19,000-ൻ്റെ ബില്ല് കാണാനില്ല. ഓഫീസിൽ മൊത്തം നോക്കി, കയ്യിലുള്ള ബുക്ക് എല്ലാം നോക്കി, എവിടെയും കാണുന്നില്ല. ഞാൻ മാത്രമല്ല, ഞാനും സജിമോൾ ചേച്ചിയും കൂടിയാണ് നോക്കുന്നത്. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നമ്മൾ നാൾ വഴിയിൽ എഴുതാനെടുത്തപ്പോൾ ഉണ്ടായത് ഇപ്പോൾ എവിടെ പോയി എന്ന്. ഇടയ്ക്ക് എന്നെ ചെറുതായിട്ട് വഴക്കം പറയുന്നുണ്ട്. എനിക്ക് നല്ല സങ്കടമുണ്ട്. ഞാൻ ഇനി എന്ത് ചെയ്യും കണ്ണാ എന്ന് തന്നെയായിരുന്നു പ്രാർത്ഥന. ഉറക്കമില്ല, ആകെ എൻ്റെ മൈൻഡ് പോയി. ഞങ്ങൾ പാത്രം വാങ്ങിയ ബില്ലായിരുന്നു അത്. ഞാൻ ആരോട് പോയി ഇങ്ങനെ ഒരു ബില്ല് വാങ്ങും? ഇത് കാണാനില്ല എന്ന് എവിടെ നിന്ന് ചേട്ടനോട് പറയാനും പേടി. നോക്കിയത് തന്നെ വീണ്ടും വീണ്ടും നോക്കുന്നു. ഒരു രക്ഷയില്ല. എന്നും ഇവിടെ എൻ്റെ കണ്ണനോട് പറയും, നീ അമ്മയുടെ സങ്കടം കാണുന്നില്ലേ കണ്ണാ, എന്തിനാ അമ്മയോട് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് വിഷമിക്കും. അങ്ങനെ ഒരു ദിവസം വെളുപ്പിന് 3:05 ഞാൻ ഉറക്കമുണർന്നു. മുഖം കഴുകി കണ്ണനോട് പ്രാർത്ഥിച്ചു. ഞാനൊന്നൊരു സപ്താഹത്തിന് അനുവാദം വാങ്ങാൻ പോയപ്പോൾ ഗുരുവായൂരിൽ നിന്ന് ഒരു സഞ്ചി വാങ്ങി. അതിൻ്റെ ഒരു ഭാഗം വെണ്ണക്കണ്ണൻ, മറുഭാഗം രാധാകൃഷ്ണൻ. ഞാൻ ആ സഞ്ചി എടുത്ത് മുന്നിൽ വെച്ചിട്ട് വെണ്ണക്കണ്ണനോട് പറഞ്ഞു, എൻ്റെ കണ്ണാ, ആ ബില്ല് അമ്മയ്ക്ക് കാണിച്ചു തരണേ എന്ന്. ഞാൻ ശരിക്കും കരഞ്ഞു. എൻ്റെ കയ്യിലുള്ള ആ സഞ്ചിയിലാണ് ഞാൻ ഫയൽ വെച്ചേക്കുന്നത്. എൻ്റെ മനസ്സിലൊന്നുമില്ല, ആകെ ഒരു ഇരുട്ട് മാത്രം. എന്ത് ചെയ്യൂ ഇനി എന്ന ചിന്ത മാത്രം. ഞാൻ ആ സഞ്ചിയിൽ നിന്ന് ഫയൽ എടുത്ത് തുറന്നു. ആദ്യം എടുത്ത പേപ്പർ നോക്കി ഞാൻ ശരിക്കും സ്തംഭിച്ചു പോയി. 19,000-ൻ്റെ ബില്ല്. ഞാൻ സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ ഇരുന്നു. പെട്ടെന്ന് എൻ്റെ മുന്നിൽ വെണ്ണക്കണ്ണൻ്റെ സഞ്ചിയല്ലേ ഇരിക്കുന്നത്. ആ സഞ്ചി എടുത്ത് കണ്ണന് കുറേ ഉമ്മ കൊടുത്തു. എന്നിട്ട് ആ സഞ്ചി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി ഞാൻ. ഞങ്ങൾ എത്ര പ്രാവശ്യം ആ ഫയൽ ഉൾപ്പെടെ നോക്കിയതാണ്. എന്നിട്ടും ആ വെളുപ്പിന് 3 മണിക്ക് ശേഷം ഒരു 10 മിനിറ്റിൽ ആ ബില്ല് അതിൽ നിന്ന് തന്നെ കിട്ടി. എല്ലാം എൻ്റെ കണ്ണൻ തന്നെയാണ്. ഇനി അടുത്തത് ബില്ലെല്ലാം വൗച്ചർ എഴുതി വേണമല്ലോ വെക്കാൻ. വൗച്ചർ എഴുതി 100 എണ്ണം വീണ്ടും കോപ്പി എടുത്ത് എഴുതി വന്നപ്പോൾ വൗച്ചർ തീർന്നു. കോപ്പി എടുക്കാൻ ഒരെണ്ണം പോലും ഇല്ല. എൻ്റെ കൃഷ്ണ, വീണ്ടും ടെൻഷൻ. സജിമോൾ ചേച്ചി പറഞ്ഞു, ചെറിയ ബില്ല് എഴുതിയത് കൊടുത്ത് കോപ്പി എടുക്കാൻ പറ്റുമോ എന്ന് നോക്ക്, എന്നിട്ട് എഴുതാമെന്ന്. അതെങ്ങനെ ചേച്ചി? അത് കോപ്പി എടുക്കാൻ പറ്റില്ലായിരിക്കും. വീണ്ടും ഞാൻ പെട്ടു. കയ്യിൽ ഒരെണ്ണം പോലും ഇല്ല. വീണ്ടും കണ്ണാ കണ്ണാ, അമ്മയുടെ ഒപ്പം ഉണ്ടാവണേ എന്ന പ്രാർത്ഥന മാത്രമാണ് മനസ്സിൽ. ഞാൻ ഓഫീസിൽ ചെന്ന് അവിടെയുള്ള വലിയ ബുക്കിൽ നോക്കി. അതിലാണ് വെക്കുന്നത്. ഒരെണ്ണെങ്കിലും കിട്ടിയാലോ? ഇല്ല. ഓഫീസ് പൂട്ടി ഇറങ്ങാൻ നേരം സജിമോൾ ചേച്ചി വന്നു. കിട്ടിയോടി എന്ന് ചോദിച്ചു. ഇല്ല ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഓഫീസിൽ കയറി. കണ്ണാ, എന്തിനാ അമ്മയെ കരയിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സപ്താഹം കഴിഞ്ഞ് ഞാൻ തന്നെ പൂട്ടിയ മേശ ചുമ്മാ തുറന്നു നോക്കി. അതിലൊരു രൂപയുടെ ഒരു കോയിൻ. ഞാനാണ് ഇട്ട് പൂട്ടിയത്. വേറെ ഒന്നും അതിലില്ല. പിന്നെ അത് തുറന്നിട്ടില്ല. ഞാൻ അതിൻ്റെ താക്കോൽ എൻ്റെ കയ്യിൽ തന്നെയാണ്. എൻ്റെ സാറേ, അത് തുറന്നു നോക്കി. അതിൽ ഒന്നിന് പകരം 2 വൗച്ചർ ഇരിക്കുന്നു. എൻ്റെ കണ്ണൻ, എൻ്റെ പൊന്നുമോൻ അമ്മയുടെ കൂടെ തന്നെയുണ്ട്. ഇത് ഞാൻ എഴുതുമ്പോൾ ഞാൻ എൻ്റെ മുമ്പിലുള്ള കണ്ണനെ നോക്കി ഒരു കള്ളച്ചിരി ഉണ്ടല്ലോ, നമ്മളെല്ലാം മയക്കുന്ന ആ ചിരിയോടെ നിൽക്കുക എൻ്റെ പൊന്നുണ്ണി. പിന്നെ ആദ്യം കുറച്ച് സങ്കടം തരുന്നുണ്ട്. സാരമില്ല, ഞാൻ അമ്മയല്ലേ, അതെല്ലാം ഞാൻ സഹിക്കും. കൃഷ്ണ, ഓം നമോ നാരായണായ. സാറേ, ഇത് വായിക്കണേ. എന്താ കഥ? ഒന്നും പറയാനില്ല. ദാ വായിച്ചിരിക്കുന്നു. പിന്നെ അനുഭവങ്ങൾ അയക്കുന്നവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക, എന്നിട്ട് അയക്കുക കേട്ടോ. എങ്കിലാണ് ഇനി നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഹരേ കൃഷ്ണ.